സ്നേഹനിധികളായ ആത്മാന്വേഷകരെ, സൂഫി സാധകരെ, മസ്നവിയെ മഅനവിയുടെ ആഴങ്ങളിൽ അതിൻ്റെ സുഭഗമായ മൗന മുത്തുകളെ അന്വേഷിച്ചുള്ള നമ്മുടെ യാത്ര ഇന്ന് 55-ാമത്തെ ദിവസം. 7, 8, 179, 180, 181 ഇന്ന് പറയാൻ പോകുന്ന ഭാഗം 3 ഈരടികളാണ്. ഇതോടുകൂടി 7-ാമത്തെ ഭാഗം അവസാനിക്കുകയാണ്. നാളെ 8. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് ആ രഹസ്യങ്ങളുടെ രഹസ്യത്തെക്കുറിച്ചാണ്. ഇന്നലെ പല തലത്തിൽ ഗുരു രഹസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. റാസ് എന്നും അസ്റാർ എന്നും സിർ എന്നും ആവർത്തിച്ച ഭാഗങ്ങളിൽ നിന്ന് അതിൻ്റെ അകമേ നോക്കി അകമേ പ്രവേശിച്ചുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. ആ വെളിച്ചത്തിൽ ഒളിച്ചവനെക്കുറിച്ച്, വെളിച്ചമായി വന്ന് ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ എന്ന് പറഞ്ഞു. വെളിപ്പെട്ടവനും ഒളിച്ചവനും. അതുകൊണ്ടായിരിക്കാം ഒളിവ് എന്ന് പ്രകാശത്തിനൊരു പര്യായമുണ്ട് മലയാളത്തിൽ. ഒളിവ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കണം. ആ പ്രകാശത്തിൽ മറഞ്ഞിരിക്കുന്നവൻ, ആ വെളിച്ചത്തിൽ ഒളിഞ്ഞിരിക്കുന്നവൻ. അതാണ് പരമമായത്. പരമമായ സത്യം പ്രകാശിതമാണ്. എവിടെ? അതിൽ തന്നെ. അത് മാത്രമാണ് പ്രകാശിതമായിട്ടുള്ളത്. അതിൻ്റെ പ്രകാശനമാണ് ഈ പ്രപഞ്ചമാകെ. അതുകൊണ്ടാണ് അസ്റാറുകളെക്കുറിച്ച്, രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഗുരുക്കന്മാർ മുഴുവൻ ഈ ലോകത്ത് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ രഹസ്യങ്ങളാണ്. ഗുരുപരമ്പര യുഗാന്തരങ്ങളായി മനുഷ്യഹൃദയങ്ങളിലൂടെ പകർന്നുകൊണ്ടിരിക്കുന്നത് ആ രഹസ്യത്തെയാണ്, ആ രഹസ്യങ്ങളുടെ രഹസ്യത്തെയാണ്. സിറുൽ അസ്റാർ. അതിനെയാണ് പകർന്നുകൊണ്ടേയിരിക്കുന്നത്, അതിനെയാണ് പറയാനുള്ളത്. ഇത് പല ഭാഷയിൽ ഇന്നലെ നമ്മൾ പറഞ്ഞു. നഫ്സിനെ കുറിച്ചും ഖൽബ്, റൂഹ്, പിന്നെ അങ്ങോട്ട് പോയാൽ എല്ലാം രഹസ്യങ്ങളാണ്. നമുക്കറിയാൻ കഴിയുന്നത് നഫ്സിൻ്റെ മനോതലത്തിൻ്റെ ഭാഗത്തെയും അല്ലെങ്കിൽ ശരീരതലത്തിൻ്റെയും ശരീരവും മനസ്സുമായിരിക്കുന്ന ഭാഗത്തെ, അതിൻ്റെ ഖൽബിയായ ഭാഗത്തെ, അതിൻ്റെ ഹൃദയ തലത്തെ, പിന്നെ അതിൻ്റെ ആത്മാവിൻ്റെ ആത്മപ്രകാശത്തിൻ്റെ തലത്തെ. അതിനപ്പുറം നമുക്കെല്ലാം രഹസ്യമാണ്. ഇത് തന്നെ രഹസ്യമാണ്. അതിൽ തന്നെ അറിവുകളുടെ പരമ്പരയുണ്ട്. ഓരോ ഘട്ടത്തെ ഓരോന്നിനെക്കുറിച്ചും അറിയാൻ, നമ്മിലുള്ള ഒരു രോമത്തെക്കുറിച്ച് പോലും നമുക്കറിയാൻ കഴിയാത്ത വിധം അത്രമേൽ ആഴമേറിയതാണ് നമ്മൾ തന്നെ. നമ്മൾ അങ്ങനെയാണ് അറിയുന്നത്. സോക്രട്ടീസ് ആ കാലം കുറിച്ചു വെച്ച ഒരു മഹാവചനത്തെക്കുറിച്ച് ഖലീൽ ജിബ്രാൻ, ഗുരുക്കന്മാരെല്ലാം പറയാറുണ്ട്. നോ തൈസെൽഫ്. ഈ ലോകത്ത് അറിയാനുള്ളത് ഒരേ ഒരു അറിവാണ്. അത് നോ തൈസെൽഫ് എന്നാണ്. നീ നിന്നെ തന്നെ അറിയുക. സർവനിധികളും മറഞ്ഞിരിക്കുന്ന നിന്നെ അറിയുക. നിന്നിലാണ് എല്ലാം ഒളിഞ്ഞിരിക്കുന്നത്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു എന്ന് സൂഫികൾ പറയുന്നത്, ഗുരുക്കന്മാരെല്ലാം പറയുന്നത്. ആദിമകാലം മുതൽ എല്ലാ ഗുരു പരമ്പരയും പറഞ്ഞു തന്നത് ഇത് തന്നെയാണ്. നിന്റെ സ്വത്വത്തെ അറിയുക. നിന്റെ സ്വത്വത്തെ അറിഞ്ഞവൻ അതിൻ്റെ പരമ്പൊരുൾ അറിഞ്ഞു. പരമ്പൊരുൾ ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ പ്രാപഞ്ചികതയുടെ പരമമായ പൊരുൾ എന്തോ അതിൻ്റെ മൈക്രോകോസമാണ് നീ. അതിൻ്റെ സൂക്ഷ്മ പ്രപഞ്ചമാണ് നീ. ഈ സ്ഥൂല പ്രപഞ്ചത്തിൻ്റെ എല്ലാം ഉൾക്കൊള്ളുന്ന സൂക്ഷ്മ പ്രപഞ്ചമായ നീ നിന്നിലൂടെ ആ പൊരുളിനെ അറിയുക. നീ നിന്നിലൂടെ നിന്നെ അറിയുക. ആ ഒളിവിനെ, ആ ഒളിഞ്ഞിരിക്കുന്നതിനെ ഈ ഒളിവിൽ തന്നെയാണ് അറിയേണ്ടത്. ഈ ഒളിവ് എന്ന് പറയുന്ന ആ പ്രകാശത്തിൽ തന്നെ. പ്രകാശിതമായിരിക്കുന്നത് ആ പ്രകാശം തന്നെയാണ്. നിന്നിൽ പ്രകാശമായിരിക്കുന്നതും അത് തന്നെയാണ്. നിന്റെ അകമേ നീ അറിയുക. നിന്നിൽ തന്നെയാണ് ആ പൊരുളിരിക്കുന്നത്. നീ പ്രപഞ്ചം മുഴുവൻ, ഈ ലോകം മുഴുവൻ അലഞ്ഞു നടന്നാലും നിന്റെ ജ്ഞാനദാഹം ശമിക്കില്ല. നീ നിന്റെ അലച്ചിൽ തുടരുകയേയുള്ളൂ. നീ നിന്റെ അകമേ അറിയുക. ആ അകമേയുള്ള
ആത്മപ്രകാശത്തിൻ്റെ അതിൻ്റെ നഫ്സിനോടുള്ള ആ പ്രണയത്തെ, നഫ്സിനെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന പ്രണയത്തെയാണ് ഈ കഥയിലൂടെ രാജാവിൻ്റെയും അടിമ പെൺകുടിയുടെയും കഥയായി ഗുരു ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ നഫ്സിനെ, പദാർത്ഥ പ്രോക്തമായ ആ നഫ്സിനെ ആ പ്രകാശത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. ആ മനസ്സിനെ ഇല്ലായ്മ ചെയ്ത്, ആ മനസ്സിൻ്റെ ഭ്രമങ്ങളെ, ആ മനസ്സിൻ്റെ കാമനകളെ അതിൽ നിന്ന് തിരിച്ച് പൂർണ്ണ പ്രകാശത്തിലേക്ക്, ആ കൽബിൻ്റെ പൂർണ്ണ തലത്തിലേക്ക്, ആ കൽബിലിരിക്കുന്ന ആ പ്രപഞ്ച ബോധത്തിലേക്ക്, ആ ബോധപ്രകാശത്തിലേക്ക്, ആ സിംഹാസനത്തിലേക്ക്, ആ ദൈവിക സിംഹാസനത്തിലേക്ക് അതിൻ്റെ പൂർണ്ണ പ്രണയത്തെ തിരിച്ചു കൊണ്ടുവരാനാണ് ആ ഗുരു, ആ വെളിവാക്കിത്തരുന്ന ഗുരു എന്ന സത്യം. ആ ഗുരുവാണ് ഇരുട്ടിനെ മാറ്റി വെളിച്ചമാക്കി തീർക്കുന്നത്. ആ ഗുരുവാണ് ഇവിടെ നഫ്സിനോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ആ സംസാരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മളിങ്ങനെ പറഞ്ഞത്. അതിൻ്റെ രഹസ്യങ്ങളിലൂടെയുള്ള യാത്രയാണ് ഇന്നലെ രഹസ്യങ്ങളുടെ രഹസ്യം, വെളിച്ചത്തിൽ ഒളിച്ചിരിക്കുന്നവൻ എന്ന ആ പൊരുളിലൂടെ പറഞ്ഞു വന്നത്. അതിൻ്റെ തുടർച്ച ഇന്ന് 3 ഈരടികൾ കൂടി നമുക്ക് വായിക്കാം. അതിൻ്റെ ഫാർസി വരി ഇങ്ങനെയാണ്: വഅദഹാ വലുത്ഫഹായെ ആൻ ഹകീം കർദ് ആൻ റഞ്ജൂർ റാഇ മൻ സബീം وعدها باشد حقیقی دل پدیر وعدها باشد مجازی تاسگیر وعدی اہل کرم گنج روان وعدینا اہل شد رنج روان. ഇത്രയാണ്. വളരെ ലളിതമായ വരികളാണിത്. പക്ഷെ അതിനകമേ ഇരിക്കുന്ന പൊരുളുകളോ അതീവ സൂക്ഷ്മവുമാണ്. വഅദഹ എന്ന് പറഞ്ഞാൽ വാഗ്ദാനങ്ങൾ. ഇതുവരെ ആ പെൺകുട്ടിയെ, അതിൻ്റെ സാമാന്യ ഭാഷ്യം നമുക്ക് വായിക്കാം, സാമാന്യ പരിഭാഷ, അതിൻ്റെ സാമാന്യ അർത്ഥതലം. ആ പെൺകുട്ടിയെ രാജാവ്, ആ ഗുരു, ആ ദിവ്യനായ ഭിഷഗ്വരൻ, ആ വൈദ്യൻ പല വാഗ്ദാനങ്ങളും നൽകി. വളരെ കരുണയോട് കൂടിയിട്ട് അതിനെ സാന്ത്വനിപ്പിച്ചു, അതിനോട് പറഞ്ഞു, പലതും പറഞ്ഞു കൊടുത്തു. ആ കഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം പറഞ്ഞത്, നീ ഭയപ്പെടണ്ട, എല്ലാം എൻ്റെ മാസ്മരികതകൾ കൊണ്ട് ഞാനെല്ലാം ശരിയാക്കാം, നിന്റെ ആഗ്രഹത്തെ സഫലമാക്കാം, നീ അതിനെ വ്യക്തമാക്കി പറഞ്ഞു തരൂ. ആ സ്വർണ്ണപ്പണിക്കാരൻ്റെ ഇടത്തെക്കുറിച്ച്, വഴികളെക്കുറിച്ച്, നിന്റെ ആഗ്രഹമെന്തോ, നിന്റെ കാമനകളെന്തോ അതെല്ലാം ഞാൻ സഫലമാക്കി തരാം, അതുകൊണ്ട് എന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തതിനെ ആ പെൺകുട്ടിക്ക് വലിയ ആശ്വാസമായി. വഅദഹാ വലുത്ഫഹായെ, ആ സാന്ത്വനിപ്പിക്കൽ, ആ കാരുണ്യം, ആ വാഗ്ദാനത്തിൻ്റെ സാന്ത്വനിപ്പിക്കൽ, ആൻ ഹക്കീം, ആ ഹക്കീമായ ആ ജ്ഞാനിയുടെ, ആ ഗുരുവിൻ്റെ, ആ ഭിഷഗ്വരൻ്റെ കാരുണ്യവും സാന്ത്വനിപ്പിക്കലും ആ വാഗ്ദാനങ്ങളും. കർദ് ആൻ റഞ്ജൂർ, ആ രോഗിണിയെ ആക്കി മാറ്റി. റഈമൻ റബീം, ഈമൻ സബീം, ആ ഭീമിൽ നിന്നുള്ള നിർഭയത്വം നൽകി. ഭീം എന്നത് ഭയം എന്നാണ് അർത്ഥം. ഇതൊക്കെ ഒരേ വാക്കായിരിക്കും. ഭീം എന്ന് പേർഷ്യനിൽ പറയുന്ന അതായിരിക്കും. അങ്ങനെ സംസ്കൃതത്തിലും പേർഷ്യനിലും ഒക്കെ പല വാക്കുകൾ ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ട്. ഇങ്ങനെ അതൊരു ആന്തരികമായി ഈ ഭാഷകളെല്ലാം വളരെ അടുത്തിരിക്കുന്നു. പല വാക്കുകൾക്കും അങ്ങനെ അടുപ്പം ഉണ്ടാവും. അതുപോലെ ഭീം എന്നത് ഭയമെന്ന് നമ്മൾ പറയുന്നതാണ്. ആ ഭീമിൽ നിന്ന് നിർഭയത്വം ലഭിച്ചു ആ പെൺകുട്ടിക്ക്. ഇതെല്ലാം, ഈ വാഗ്ദാനങ്ങളും, ഈ വളരെ സാന്ത്വനിപ്പിച്ചുകൊണ്ടുള്ള, വളരെ കരുണയോടെയുള്ള, വളരെ അലിവോടെയുള്ള ഈ ഗുരുവിൻ്റെ ആ വാക്കുകൾ അവളെ വളരെ നിർഭയത്വം നൽകി. അവൾ വളരെ സമാധാനമായി, വളരെ ആശ്വാസത്തിലെത്തി ആ പെൺകുട്ടി. എന്നിട്ട് പറയാണ്, വഅദഹാ ബാഷ ഹഖീഖി ദിൽ പദീർ, ആ വാഗ്ദാനങ്ങൾ, ആ ഹക്കീക്കിയായ വാഗ്ദാനങ്ങൾ, വളരെ സത്യസന്ധമായ, വളരെ ഒറിജിനലായ വ്യാഖ്യാനങ്ങൾ, വളരെ യഥാർത്ഥമായ വ്യാഖ്യാനങ്ങൾ. ദിൽ പദീർ, ആ വാഗ്ദാനങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് ഗുരു പറയാണ്. യഥാർത്ഥ വാഗ്ദാനങ്ങളാണെങ്കിൽ അത് ഹൃദയം സ്വീകരിക്കുന്നു. ദിൽ പദീർ വഅദഹാ ബാഷദ് ഹഖീഖി ദിൽ പദീർ, സത്യമായ വാഗ്ദാനങ്ങളെ ഹൃദയം സ്വീകരിക്കുന്നു.
എന്നിട്ട് പറയാണ് വഅദഹ ബാഷദ് മജാസി, പൊള്ളയായ വാഗ്ദാനങ്ങളാണെങ്കിലോ അത് താസഗീർ, അത് അസ്വസ്ഥത സൃഷ്ടിക്കുന്നു, മടുപ്പുളവാക്കുന്നു, നമ്മെ ആകെ ബുദ്ധിമുട്ടിലാക്കുന്നു ഈ തെറ്റായ പൊള്ളയായ വാഗ്ദാനങ്ങൾ. അപ്പോൾ വാഗ്ദാനങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഹൃദയം പോലെയാണ് ആ വാഗ്ദാനം. അപ്പോൾ ഇവിടെ ഗുരു വാഗ്ദാനം ചെയ്തത് അത്രയും കരുണയോടെയുള്ള വാഗ്ദാനം ആ പെൺകുട്ടിക്ക് വളരെ ആശ്വാസമായി. ആ വാഗ്ദാനത്തെക്കുറിച്ച് വീണ്ടും പറയാണ്, ഒന്നുകൂടി വിശദമായി പറയാണ് മൂന്നാമത്തെ ഈരടിയിൽ. അഹ്ലെ കറം ഗഞ്ച് റവാൻ. അഹ്ലെ കറം അതായത് കുലീനതയുള്ള ആളുകൾ, നോബിൾ പീപ്പിൾ. അഹ്ലെ കറം കുലീനരായ ആളുകളുടെ, അതായത് ആ യഥാർത്ഥമായ സത്യത്തോട് ആഭിമുഖ്യമുള്ള നന്മയുള്ള മനുഷ്യരുടെ, അവരുടെ അഹ്ലെ കറമിൻ്റെ വാഗ്ദാനങ്ങൾ ഗഞ്ച് റവാൻ. ഗഞ്ച് എന്ന് പറഞ്ഞാൽ നിധി എന്നാണ് അർത്ഥം, റവാൻ എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന ആണ്. ഇവിടെ യഥാർത്ഥത്തിൽ ആ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന, അല്ലെങ്കിൽ അതിന് സാധാരണ അർത്ഥം പറയാറ് ഗഞ്ച് റവാൻ, അത് എടുക്കുന്ന നാണയം പോലെയാണ്, അതായത് മൂല്യമുള്ള നാണയമാണ്, അതിനാണ് മൂല്യമുള്ള നാണയം പോലെയാണ് ഗഞ്ച് റവാൻ. അതൊഴുകുന്ന നിധിയാണ്, മൂല്യമുള്ള കറൻസിയാണ്. ആ കറൻസി വാലിഡ് കറൻസിയാണ് അത്. എന്നാലോ അനർഹരായ ആളുകൾ, കറമിൻ്റെ ആളുകളല്ലാത്ത അധമരായ ആളുകൾ വാഗ്ദാനം ചെയ്താലോ അത് റഞ്ച് റവാനാണ്, അത് കള്ളനാണയമാണ്. ആ അർത്ഥത്തിൽ റഞ്ച് റവാൻ എന്ന് പറഞ്ഞാൽ അത് ഹൃദയവേദന സമ്മാനിക്കുന്നു എന്നൊക്കെയാണ്. അത് നമ്മളെ ബുദ്ധിമുട്ടാക്കുന്നു, കാരണം വാഗ്ദാനം ചെയ്യുകയും അത് പാലിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്നു. അപ്പോൾ ഇങ്ങനെ അർത്ഥം വെക്കാം. അത് മൂല്യമുള്ള വാലിഡ് കറൻസി ആണെങ്കിൽ മറ്റത് ഇൻവാലിഡാണ്. അത് വാലിഡ് അല്ല, അതിന് മൂല്യമില്ല, അത് കള്ളമാണ്, വ്യാജമാണ്, വ്യാജ നാണയമാണ്. അതുപോലെയാണ്. അപ്പോൾ അഹ്ലെ കറമിൻ്റെ വാഗ്ദാനങ്ങൾ നിധി പോലെയെങ്കിൽ അഹ്ലിൻ്റെ, അതായത് അനർഹരായ അധമരായ ആളുകളുടെ വാഗ്ദാനങ്ങൾ അത് തെറ്റായ അസ്വസ്ഥതയിലേക്ക്, അവിദ്യയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. അത് കള്ളനാണയം പോലെ എടുക്കാത്ത നോട്ടുകളായി മാറുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് വിശുദ്ധരായ ആളുകൾ, ഇതിൻ്റെ ആധ്യാത്മിക അർത്ഥത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ അത് പറയാം. ഇതിൻ്റെ നമ്മുടെ ഭാഷയിൽ, വളരെ സാമാന്യമായ ഭാഷയിൽ ഇങ്ങനെ വായിക്കാം. ആ ദിവ്യ ബിഷഗ്വരൻ്റെ സാന്ത്വന വചനങ്ങളും സ്നേഹവാഗ്ദാനങ്ങളും ആ പെൺകുട്ടിയെ ഭയത്തിൽ നിന്നും പൂർണ്ണമായി മുക്തയാക്കി. ആ ദിവ്യ ബിഷഗ്വരൻ്റെ സാന്ത്വന വചനങ്ങളും സ്നേഹവാഗ്ദാനങ്ങളും ആ പെൺകുട്ടിയെ ഭയത്തിൽ നിന്നും പൂർണ്ണമായി മുക്തയാക്കി. സത്യമായ വാഗ്ദാനങ്ങൾ ഹൃദയം പുണർന്ന് സ്വീകരിക്കുന്നു. പൊള്ളയായ വാഗ്ദാനങ്ങൾ ഹൃദയത്തെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നു. കുലീനരുടെ വാഗ്ദാനങ്ങൾ മൂല്യമുള്ള നാണയമാണ്, അനർഹരുടെ വാഗ്ദാനങ്ങൾ കള്ളനാണയവും. അതുപോലെയാണ് അത് ഹൃദയ മനോവേദന സൃഷ്ടിക്കുമ്പോൾ, അനർഹരുടെ വാഗ്ദാനങ്ങൾ വേദന സൃഷ്ടിക്കുമ്പോൾ, കുലീനരുടെ വാഗ്ദാനങ്ങൾ ഒഴുകുന്ന നിധി പോലെയാണ്. അതിങ്ങനെ സമ്മാനിച്ചു കൊണ്ടേയിരിക്കുന്നു. തുടർച്ചയായി ആളുകളെ സാന്ത്വനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ആളുകൾക്ക് സ്വസ്തി പകരുന്ന നിധിയാണത്. ഇത്രയുമാണ് ഈ പറഞ്ഞ ഇതിൻ്റെ സാമാന്യമായ ഭാഷ്യം. അതായത് കാരുണ്യത്തോടുകൂടി ആ പെൺകുട്ടിയോട് സാന്ത്വന വചനങ്ങൾ മൊഴിഞ്ഞപ്പോൾ അവർ ഭയത്തിൽ നിന്ന് മുക്തയായി. യഥാർത്ഥമായ വാഗ്ദാനങ്ങൾ ഹൃദയം സ്വീകരിക്കുമ്പോൾ തെറ്റായ വ്യാജ വാഗ്ദാനങ്ങൾ ഹൃദയത്തിന് അസ്വസ്ഥതയുണ്ടാക്കുന്നു. വിശുദ്ധരായ അഹ്ലെ കറമിൻ്റെ ആളുകൾ, കുലീനരായ ആളുകൾ വാഗ്ദാനം ചെയ്യുമ്പോൾ അത് മൂല്യമുള്ളതാണ്. അതേസമയം അനർഹരായ ആളുകളുടെ വാഗ്ദാനം പലപ്പോഴും വ്യാജ നാണയവുമാണ്. ഇത്രയാണ് സാമാന്യമായ ഭാഷ്യം. ഇതിൻ്റെ ആന്തരിക തലത്തിൽ ചില വാക്കുകൾ ഇതിൽ വളരെ പ്രധാനമാണ്. ആ വാക്കുകളിലൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. ഒന്ന് വഅദ എന്ന് പറയുന്ന വാഗ്ദാനങ്ങൾ, വാഗ്ദാനം, പ്രോമിസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആർക്കാണ് വാഗ്ദാനം നൽകാൻ കഴിയുന്നത്?
ഒരു ദിവ്യനായ യഥാർത്ഥമായ പൊരുളറിയുന്ന ആളുകൾക്ക് മാത്രമാണ് വാഗ്ദാനത്തിലൂടെ കൊണ്ടുപോകാൻ കഴിയുക. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ പലപ്പോഴും, വ്യാജ ഗുരുക്കന്മാർ പല വാഗ്ദാനങ്ങളും നൽകി ആളുകളെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകുന്നു. തെറ്റായ ദിശയിലൂടെ അവർ വഴിതെറ്റിപ്പോകുന്നു. അവരുടെ കാലങ്ങൾ വെറുതെ വ്യർത്ഥമായി പോകുന്നു. മുമ്പ് പറഞ്ഞു, ഈ പെൺകുട്ടിയെ ചികിത്സിക്കാൻ വന്ന പല രോഗനിർണയം നടത്തി അവർ ചികിത്സിച്ചതെല്ലാം രോഗവർദ്ധന മാത്രമാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെയും വാഗ്ദാനങ്ങൾ യഥാർത്ഥ ഗുരുവിന് മാത്രമേ ഏറ്റവും കാരുണ്യത്തോടുകൂടി സ്നേഹസാന്ത്വനത്തോടുകൂടി വാഗ്ദാനങ്ങൾ നൽകാനും ഭയത്തിൽ നിന്ന് മുക്തമാക്കാനും കഴിയുള്ളൂ. ഭയമാണ് ഏറ്റവും വലിയ രോഗം. ആ ഭയത്തിൽ പെട്ടിരിക്കുന്ന ആളുകളെയാണ് രാഷ്ട്രീയക്കാരും പുരോഹിതന്മാരും കാലങ്ങളായി ചൂഷണം ചെയ്ത് അവരെ അടിമകളാക്കി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭയത്തിലാണ് മനുഷ്യർ നിലകൊള്ളുന്നത്. ആ ഭയത്തിൻ്റെ പേരിലാണ്, ഭയപ്പെടുത്തിയും പിന്നെയും ഭയം സൃഷ്ടിച്ചുകൊണ്ടുമാണ് അവർ നിൽക്കുന്നത്. ഈ അധോലോക നായകന്മാരെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഈ അധോലോകത്തിൻ്റെ ആളുകൾ ഒരു സിനിമയിലുള്ളൊരു ഭാഗമുണ്ട്. അധോലോകം ഈ വളരെ ചെറിയ, അവർ വലിയ കോടികൾ ആസ്തിയുള്ള അധോലോക നായകന്മാർ പോലും കുഞ്ഞു കടകളിലുള്ള ആളുകളെ പോലും ഹഫ്ത പിരിക്കുന്ന ഒരു സംഭവം. ബോംബെയിലെ ഒരു പഴയ കഥയിൽ അവരിങ്ങനെ ഹഫ്ത പിരിക്കുമ്പോൾ കുഞ്ഞു പണം 5 രൂപയായാലും 10 രൂപയായാലും അവിടെ ഗുണ്ടകൾ ഇറങ്ങിയിട്ട് അതിങ്ങനെ പിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, എന്തിനാണ്, ഒരാൾ ചോദിച്ചു, ആ അധോലോക നായകനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാണ് ഈ പാവങ്ങളുടെ പണം, അവരോട് ഇത്രയും 5 രൂപ 10 രൂപ വാങ്ങിയിട്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഈ പണമല്ല ആവശ്യം, അവരുടെ ഭയമാണ് ആവശ്യം. അത് വാങ്ങുമ്പോൾ അത് തരുമ്പോൾ അവർ കാണിക്കുന്ന ഭയവും ആ വിധേയത്വവും ഇല്ലേ, അതാണ് ആവശ്യം. അങ്ങനെയാണ് അവരെ അടക്കി നിർത്തേണ്ടത്. ഈ ഭയത്തിൽ, ഈ വിധേയത്വത്തിൽ നിലനിർത്തുക എന്നതാണ് കാലങ്ങളായി ഈ രാഷ്ട്രീയ, പൗരോഹിത്യ, വ്യാജ ഗുരുക്കന്മാരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു യഥാർത്ഥ ഗുരു ചെയ്യുന്നത് അതിൽ നിന്ന് മുക്തമാക്കുക എന്നാണ്. ആ വാഗ്ദാനങ്ങൾ ഹൃദയം സ്വീകരിക്കും. യഥാർത്ഥ ഗുരുവിൻ്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുക, ഹൃദയം പുണർന്ന് സ്വീകരിക്കും. അത് ഹഖീഖിയാണ്. ഇതിലേറ്റവും പ്രധാനമായ 2 വാക്കുകളുണ്ട് ഇതിൽ. ഒന്ന് ഹഖീഖി, ഒന്ന് മജാസി. പ്രണയത്തെക്കുറിച്ച് സൂഫികൾ നിത്യമായി പറയുന്ന 2 വാക്കുകളാണ്. ഒന്ന് ഇഷ്ഖെ ഹഖീഖി, ഒന്ന് ഇഷ്ഖെ മജാസി. ഹഖീഖി എന്നത് യഥാർത്ഥമാണ്, സത്യമായതാണ്. സത്യമായ പ്രണയം, യഥാർത്ഥത്തിൽ സത്യത്തോടുള്ള പ്രണയവുമാണ്. അതാണ് പരമമായ പ്രണയം. പ്രണയം എന്താണോ അത് ഇഷ്ഖെ ഹഖീഖിയാണ്. ബാക്കി എല്ലാ പ്രണയങ്ങളും എന്താണ്? ഇഷ്ഖെ മജാസിയാണ്. മജാസി എന്നത് യഥാർത്ഥത്തിൽ ലൗകികമായ, കാമന നിറഞ്ഞ, കാൽപ്പനികമായ, ബാഹ്യമായ, ഈ വ്യാജമായ, പൊള്ളയായ, മിഥ്യയായ, മായയായ എല്ലാം ചേർന്നാണ് ആ മജാസി എന്ന് പറയുന്ന വാക്ക്. അത് യഥാർത്ഥത്തിൽ ആ മജാസി, ഇത് ഒന്ന് ഇരുട്ടും ഒന്ന് വെളിച്ചവുമാണ്. ഈ ഇരുട്ടിനെ, ഈ മജാസിയിലൂടെയാണ് പലപ്പോഴും ഹഖീഖിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഗുരുക്കന്മാരിലും എല്ലാ വിഷയത്തിലും നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഈ 2 ഉണ്ടാവും. പോസിറ്റീവും നെഗറ്റീവും എന്ന പോലെ, ഇരുളും വെളിച്ചവും എന്ന പോലെ അതിനെ തിരിച്ചറിയാനുള്ള ബോധതലത്തിലേക്ക് ഉയർത്തുന്നവനാണ് ഗുരു. ആ ഗുരു, യഥാർത്ഥ ഗുരുവിന് മാത്രമേ അത്രമേൽ കാരുണ്യത്തോടെ വാഗ്ദാനം നൽകി അതിലേക്ക് എത്തിക്കാൻ കഴിയൂ. ആ വാഗ്ദാനത്തെ മാത്രമേ ഹൃദയത്തെ പൂർണ്ണ ഹൃദയത്തോടു കൂടിയിട്ട് സ്വീകരിക്കാനും അതിലൂടെ സഞ്ചരിക്കാനും കഴിയുള്ളൂ. ബുദ്ധൻ പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഗുരുക്കന്മാർ പറയുന്നുണ്ട്. ഒരു ശിഷ്യൻ ശിഷ്യനോട് പറയുകയാണ്, നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ, നിങ്ങൾ ബുദ്ധനെ കണ്ടാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബുദ്ധനെ കണ്ടാൽ കൊന്നുകളയണം. ഒരു യഥാർത്ഥ ഗുരു ഒരിക്കലും അടിമയാക്കി നിർത്തുന്നവനല്ല, നിരന്തരം ആശ്രയത്തിൽ അടിമപ്പെടുത്തി നിർത്തുന്നവരാണ് വ്യാജ ഗുരുക്കന്മാർ. യഥാർത്ഥ ഗുരു ആ ആശ്രയത്വത്തിൽ നിന്ന് മുക്തനാക്കി പറത്തിവിടുന്നവനാണ്. ആ ബുദ്ധനെ കൊന്നുകളയണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നിന്റെ മുമ്പിൽ ബുദ്ധൻ, ആ ഗുരു എപ്പോഴാണോ തടസ്സമായി മാറുന്നത് അതിനെ കൊന്നുകളയുക എന്ന് പറയുന്നത് ഒരു വലിയൊരു വലിയ ഗരിമയുള്ള, വലിയ ആഴമുള്ള വാക്കാണത്. കാരണം അത് തടസ്സമാകുന്ന തലത്തിൽ പോലും ഗുരു ആ വഴി തുറക്കുന്നവനാണ്. ആ പ്രകാശത്തെ തുറന്നു കൊടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഗുരു. ആ ഗുരു തുറന്ന് വഴി കാണിച്ചു കൊടുക്കുന്നവനാണ്. ആ ഗുരു ഒരു പടവാണ്. ആ പടവിലൂടെ കയറി വേണം മുകളിലെത്താൻ.
ആ ഗുരു ഒരു തോണിയാണ്, ഈ ഈ ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് എത്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ പറയാറ്, നിങ്ങൾ ഒരിക്കലും ഈ പടവുകളെ, ഈ കോണിയെ തലയിലേറ്റി നടക്കരുത്, ഈ തോണിയെ പുഴ കടന്നു കഴിഞ്ഞാൽ പിന്നെ അതുമേറ്റി നടക്കേണ്ടതില്ല എന്നെല്ലാം ഗുരുക്കന്മാർ പറയാൻ കാരണം, ആ ഗുരുവഴികൾ, യഥാർത്ഥ ഗുരു ഒരു അന്വേഷിയെ, ഒരു ആത്മാന്വേഷിയെ, ശിഷ്യനെ യഥാർത്ഥത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ്. അവൻ്റെ വാഗ്ദാനങ്ങളെല്ലാം സഫലമാകുന്നതാണ്. അത് എടുക്കുന്ന നോട്ടാണ് അവൻ്റെ വാഗ്ദാനങ്ങളെല്ലാം. അതിനെല്ലാം മൂല്യമുണ്ട്, മൂല്യമുള്ള നിധിയാണത്. എന്നാലോ അഹിലാണെങ്കിലോ വ്യാജഗുരുക്കന്മാരുടെ വാഗ്ദാനങ്ങളെല്ലാം എന്താണ്? റഞ്ചേ റവാൻ. അത് പിന്നെയും പിന്നെയും അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന കള്ളനോട്ടുകളാണ്. നിനക്ക് ഒരുപാട് നോട്ടുകൾ കിട്ടും ചിലപ്പോൾ. ആ നോട്ടുകളെല്ലാം ഉപയോഗിക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുക ഇതെല്ലാം പൊള്ളയായിരുന്നു, വ്യാജമായിരുന്നു ഈ നോട്ടുകൾ എന്ന് മനസ്സിലാവുക. അതുകൊണ്ട് അത്തരം വാഗ്ദാനങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഗുരു പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട രണ്ട് വാക്കുകൾ ഹഖീഖി എന്നതും മജാസി എന്നതുമാണ്. ആ ഹഖീഖിയായ ഗുരുക്കന്മാരിലേക്ക്, ഹഖീഖിയായ പ്രണയത്തിലേക്ക്, ഇഷ്ഖ് ഇലാഹി എന്ന് പറയുന്നത്, ഇഷ്ഖ് ഹഖീഖി എന്ന് പറയുന്നത്, ആ ദിവ്യ പ്രണയത്തിലേക്ക്, ദിവ്യ വഴികളിലേക്ക്, ഹഖീഖിയായ വഴിയിലേക്ക്, ഹഖീഖത്തിൻ്റെ തലത്തിലേക്ക്, യഥാർത്ഥത്തിൻ്റെ, സത്യത്തിൻ്റെ, ആ സത്യത്തിൻ്റെ ഒളിവിനെ കാണാൻ കഴിയുക, മായയുടെ നിഴലുകളാണെന്ന് അറിയാനും കഴിയുക. ഇവിടെ നിഴലും വെളിച്ചമുണ്ട്. നിഴല് കേവലം ഇല്ലാത്തതാണ്. അതൊരു ഭ്രമം മാത്രമാണ്, ഒരു തോന്നൽ മാത്രമാണ്, ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ വെളിച്ചം മാത്രമാണുള്ളത്. ആ വെളിച്ചത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ പരമ്പൊരുളാണ് യഥാർത്ഥത്തിലുള്ളത്. ആ ഒളിവാണ് സത്യമായിട്ടുള്ളത്. ആ ഹഖീഖത്തിലേക്കാണ് എത്തേണ്ടത്, വഴി എത്തേണ്ടത്. ബാക്കിയെല്ലാം അന്വേഷകൻ്റെ അന്വേഷണത്തിൻ്റെ വഴികളും അവൻ്റെ പ്രണയവും അവൻ്റെ ജ്ഞാനവും അവൻ്റെ ഗുരുക്കളും ഗുരുപരമ്പരയും ഗുരുവഴികളുമെല്ലാം മജാസിയായ ഇടത്ത് നിന്ന് ഹഖീഖയിലേക്ക് കൊണ്ടുപോകുന്നതാകണം. അവിടെയാണ് യഥാർത്ഥ ഗുരുപ്രകാശത്തെ തിരിച്ചറിയേണ്ടത്. ആ ഗുരുവഴികൾ, തീർച്ചയായിട്ടും ഗുരുവഴികൾ നൽകുന്ന വാഗ്ദാനം നിങ്ങളുടെ അകമേയുള്ള ഭയത്തെ നിർഭയത്വത്തിലേക്ക്, ആ ട്രസ്റ്റിലേക്ക്, പൂർണ്ണമായ വിശ്വസ്തതയിലേക്ക് വഴി മാറ്റിയിട്ടുണ്ടോ എന്നറിയണം. അകമേ അറിയാൻ കഴിയണം. ആ അകമേ അറിയുന്ന തലത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് ആ പൊരുളിലേക്ക്, ആ ഹഖീഖത്തിലേക്ക് വഴി നടക്കാൻ കഴിയുകയുള്ളൂ. ആ വ്യാജത്തെ അറിഞ്ഞവന് മാത്രമാണ് ആ ഒറിജിനലിനെയും അറിയാൻ കഴിയുക. ഒറിജിനൽ എന്തെന്ന് ബോധ്യമുള്ളവൻ, ആ ജ്ഞാന വഴികളിലൂടെ ബോധ്യപ്പെട്ടവന് മാത്രമേ ഒരു വ്യാജമാണെന്ന് കണ്ടാൽ മനസ്സിലാവുള്ളൂ. വ്യാജ നോട്ട് കണ്ടാൽ മനസ്സിലാകണമെങ്കിൽ, അത് നിഴലാണ്, യഥാർത്ഥമല്ല എന്നറിയണമെങ്കിൽ യഥാർത്ഥമായ വെളിച്ചത്തെ അറിയണം. ആ വെളിച്ചത്തിലൂടെയാണ് നിഴലിനെ തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഹഖീഖിയെയും മജാസിയെയും പൂർണ്ണ ബോധത്തോടെ, അവബോധത്തോടെ, പ്രകാശ ഹൃദയത്തോടെ തിരിച്ചറിയാൻ കഴിയണം. അങ്ങനെ തിരിച്ചറിയുമ്പോൾ മാത്രമേ യഥാർത്ഥ വഴി, യഥാർത്ഥ പാത, യഥാർത്ഥ ലക്ഷ്യം, യഥാർത്ഥ ബോധപ്രകാശം പ്രകാശിതമാവുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ വചന സാരങ്ങളിലൂടെ ഗുരു നമുക്ക് സമർപ്പിച്ചു നൽകിയിരിക്കുന്നത്. എല്ലാവരോടും സ്നേഹം, നന്ദി.